വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ജൂലൈ 21-നാണ് ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത്. ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? യൂറി ഗഗാറിൻ. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ, മുൻ സോവിയറ്റ് യൂണിയൻ. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനമേത്? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനമേത്? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. 108 മിനിറ്റ് കൊണ്ടാണ് യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. 108 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറും 48 മിനിറ്റും ഉണ്ടാകും. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരഷ്കോവ. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരഷ്കോവ. 1963 ജൂൺ 6-നാണ് വാലന്റീന തെരഷ്കോവ ബഹിരാകാശ യാത്ര നടത്തിയത്. വെസ്റ്റോക്ക് 6 എന്ന പേടകത്തിലാണ് വാലന്റീന തെരഷ്കോവ ബഹിരാകാശ യാത്ര നടത്തിയത്. മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി ഏത്? മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി ഏത്? നാസ. നാസയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാസയുടെ പൂർണ്ണരൂപമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ 1 ഏതു വർഷമാണ് യാത്ര പുറപ്പെട്ടത്? ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ 1 ഏതു വർഷമാണ് യാത്ര പുറപ്പെട്ടത്? 1959. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? അപ്പോളോ 4. 1967-ലാണ് അപ്പോളോ 4 ഭൂമിയെ പ്രദക്ഷിണം ചെയ്തത്. ലൂണ 1 ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു? USSR, അതായത് റഷ്യ, സോവിയറ്റ് യൂണിയൻ്റെ സംഭാവനയായിരുന്നു ലൂണ. ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏത്? ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏതാണ്? ലൂണ 3. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണമെന്ത്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണമെന്ത്? ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം. സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ. എന്താണ് സൂപ്പർ മൂൺ? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? മനുഷ്യനെ ചന്ദ്രനിൽ കാലുകുത്താൻ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ 11.
രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ. ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ല. അപ്പോൾ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആരാണ്? രാകേഷ് ശർമ്മ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആര്? രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സരൾ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്ത്? സൂപ്പർനോവ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർനോവ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത്? അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ടൈറ്റാനിയം. സൂര്യനോട് അടുത്ത ഗ്രഹം ഏത്? ബുധൻ. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? ശുക്രൻ. എന്നാണ് ഭൗമദിനം? ഏപ്രിൽ 22. എന്നാണ് ഭൗമദിനം? ഏപ്രിൽ 22. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? കോപ്പർനിക്കസ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? കോപ്പർനിക്കസ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ ജഹാംഗീർ ബാബ. ഡോക്ടർ ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത്? ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്? പ്രശാന്ത സമുദ്രം. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പ്രശാന്ത സമുദ്രം. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര? മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് മൗണ്ട് ഹൈഗൻസ്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം? വിക്രം സ്റ്റേഷൻ. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ. ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായ ബഹിരാകാശത്തേക്ക് അയച്ചത്? ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത്? സ്പുട്നിക് 2. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏതു സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട
ഏതു സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറമെന്ത്? ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറമെന്താണ്? ഓറഞ്ച്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏത്? മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗൾയാൻ. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറമെന്ത്? കറുപ്പ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറമെന്ത്? കറുപ്പ്. ഇത്രയുമാണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.